നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് അർജന്റീൻ ഫുട്ബോൾ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയക്ക് ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ അയച്ച കത്ത് പുറത്തു വന്നിരുന്നല്ലോ. നമ്മളതിനെക്കുറിച്ച് വാർത്ത ചെയ്തിട്ടുണ്ട്. ആ കത്ത് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നു എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു goal.com. ഇത് Gianni Infantino praises Argentina's professionalism in World Cup as FIFA president's letter to FA emerges എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫഷണലിസം എന്നുള്ള ഇൻവേർട്ടർ കോമയിലിട്ട് ആണ് വിശദീകരിക്കുന്നത്. നമുക്കറിയാം, അതിലിപ്പം അർജൻറ്റീനയുടെ പ്രകടനത്തെയും മറ്റുമൊക്കെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ലെറ്ററായിരുന്നു. അതിൽ കോൺട്രവേഴ്സി ഓവർ പ്രൊഫഷണലിസം ക്ലെയിംസ്, ഈ പ്രൊഫഷണലിസം, അതായത് അർജന്റീനയുടെ പ്രൊഫഷണലിസത്തിൽ അഭിനന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആണ് ഒരു കോൺട്രവേഴ്സി ആയിട്ട് മാറിയിരിക്കുന്നത്. ഇതാണോ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള അക്യൂസേഷൻസ് അർജന്റീനയ്ക്കെതിരെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി വേൾഡ് കപ്പ് ഫൈനൽ കഴിഞ്ഞിട്ട് ഫിഫ ഒരു അന്വേഷണവും പ്രഖ്യാപിച്ചിരിപ്പാണ്. അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അർജന്റീനാസ് ക്യാമ്പയിൻ വാസ് ഫ്രീക്വൻലി ഓവർഷാഡോഡ് ബൈ അക്യൂസേഷൻസ് ഓഫ് ഗെയിംസ്മാൻഷിപ്പ് ആൻഡ് സിമുലേഷൻ. അത് goal.com എടുത്തു പറയുന്നുണ്ട്. കൾമിനേറ്റിംഗ് ഇൻ എ വയലന്റ് പോസ്റ്റ് മാച്ച് ഫ്രൈസസ് ഫോളോയിങ് ദർ എക്സ്ട്രാ ടൈം ലോസ് ടു സ്പെയിൻ, ആൻ ഇൻസിഡൻറ്റ് കറൻ്റ്ലി അണ്ടർ ഫിഫ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഫിഫയുടെ ഒരു അന്വേഷണത്തിൽ നിൽക്കുകയാണ് അർജന്റീനയുടെ ഈ പ്രവൃത്തികളൊക്കെ. എന്നിട്ടാണ് പ്രൊഫഷണലിസം പറയുന്നത്. അവിടെ ലിയാൻഡ്രോ പെരേഡസ്, എറിക് ഗാർഷിയയും അതുപോലെ തന്നെ ഗാവിയെയും ഒക്കെ എടുത്തിട്ട് അടിക്കുകയും നാഹുൽ മൊളീന, തിയാഗോ അൽമൈഡ, അസിസ്റ്റൻ്റ് കോച്ച് റോബർട്ടോ ഹയാള തുടങ്ങിയവരൊക്കെ കയ്യാങ്കളിയിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും ഫിഫ പ്രസിഡന്റ് പറയുന്നു വളരെ മികച്ച രൂപത്തിലുള്ള ഒരു പ്രൊഫഷണലിസമാണ് അർജന്റീന വേൾഡ് കപ്പിൽ കാഴ്ചവെച്ചത് എന്ന്. എന്നിട്ട് ലെറ്റർ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിൽ പറയുന്നു, ദി മാഗ്നിഫിഷ്യൻറ്റ് പെർഫോമൻസ് ഓഫ് ആൽബിസെലസ്റ്റെ ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ഡിസൈവ്ലി ടു മേക്കിംഗ് ദിസ് എഡിഷൻ ആൻ എക്സെപ്ഷണൽ ഇവൻറ്റ് ദാറ്റ് ക്യാപ്റ്റിവേറ്റഡ് മില്യൺസ് ഓഫ് ഫുട്ബോൾ എന്തൂസിയാസ്റ്റ് അറൗണ്ട് ദി വേൾഡ് എന്ന് പറയുന്നുണ്ട്. അർജന്റീന പുറത്തെടുത്ത ഒരു മാഗ്നിഫിസൻറ്റ് പെർഫോമൻസ് ഈ ഇവൻറ്റിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയെന്നും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ എന്തൂസിയാസ്റ്റിനെ അത് വലിയ രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുമൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ ഒരു കൺഗ്രാജുലേഷൻസും മറ്റ് സംഭവങ്ങളൊക്കെ ലയണൽ സ്കലോനിക്കും അതുപോലെ തന്നെ മറ്റ് താരങ്ങൾക്കുമൊക്കെ നിങ്ങൾ അറിയിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയുള്ള പ്രധാന പ്രശ്നം പ്രൊഫഷണലിസം, അത് ഔക്കേർഡ്ലി ആണ് ആ ഒരു ലെറ്ററിൽ ഉൾപ്പെടുന്നത്. കാരണം എ സീരീസ് ഓഫ് ഇൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ട് അർജൻറ്റീനയുടെ മത്സരങ്ങൾക്കിടയിൽ. ഫൈനലിൽ തന്നെ ലയണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സും ആൻറ്റി ഫുട്ബോൾ ടാക്ടിക്സ് ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു അക്യൂസേഷൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു. പിന്നെ മെസ്സി സ്ലാവ്കോ വിൻസിച്ചിനോട് മാർക്ക് ഉക്കറയെ പുറത്താക്കണം, റെഡ് കാർഡ് കൊടുക്കണം, ഇങ്ങനെ കൈവച്ചേന്, ഇങ്ങനെ വെച്ചിട്ട് എന്തോ സംസാരിച്ചൊന്നുമല്ല, ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അതിനെക്കുറിച്ച് പിന്നെയുള്ളവർ പറഞ്ഞ് അപ്പുറത്ത് വീണ് കിടക്കുന്ന താരത്തിന് ഈ ഭാഗത്താണ് ഇടി കൊണ്ടിട്ടുള്ളതെന്ന് കുക്കറയെ പറഞ്ഞതിനെ വായ മൂടിക്കെട്ടി സംസാരിച്ചെന്നും പറഞ്ഞ് റെഡ് കാർഡ് കൊടുക്കാൻ വേണ്ടി മെസ്സി നിർബന്ധിക്കുന്ന കാഴ്ചയുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണോ പ്രൊഫഷണലിസം? കൂടാതെ തന്നെ ഒരു സെമി ഫൈനൽ വിജയത്തിന് ശേഷം അർജന്റീന രാഷ്ട്രീയം കളിക്കളത്തിലേക്ക് കൊണ്ടുവരികയും ആ ഒരു ബാനർ പിടിക്കുകയും ചെയ്തു. ഇതാണോ ഗെയിംസ്മാൻഷിപ്പ്? അതാണ്. അപ്പോൾ നോക്കൗട്ട് സ്റ്റേജിൽ, ത്രൂ ഔട്ട് ദി നോക്കൗട്ട് സ്റ്റേജിൽ അർജന്റീനയുടെ പെരുമാറ്റം, താരങ്ങളുടെ പെരുമാറ്റം ന്യൂട്രൽ ഫാൻസിനെ വലിയ രൂപത്തിൽ അവർക്കെതിരാക്കി മാറ്റിയിട്ടുണ്ട്. സെമി ഫൈനൽ മത്സരത്തിലും ഫൈനൽ മത്സരത്തിലും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. സിമുലേഷൻസ് നടത്തുന്നു, ഒഫീഷ്യൽസിനെ പ്രൊവോക്ക് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ടീമിനോട് വാവ് നന്നായിട്ടുണ്ട്, നിങ്ങളുടെ പ്രൊഫഷണലിസം സൂപ്പറാണ് എന്ന് പറഞ്ഞ ജിയാനി ഇൻഫാന്റിനോ എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് goal.com ചോദിക്കുന്നത്. ഇത് ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ സർപ്രൈസിങ് ആയിപ്പോയി ഇങ്ങനെ ഒരു കത്ത് എന്നുകൂടി അവരുടെ ലേഖകൻ വിലയിരുത്തുന്നു. സംഗതി ശരിയാണ്. പ്രൊഫഷണലിസം അടിപൊളിയായി, സൂപ്പർ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു, ഫെയർ പ്ലേ നടത്തി. ഇതൊക്കെ അർജൻറ്റീനയുടെ പ്രകടനം വെച്ച്, കാരണം ഒന്നും വേണ്ട, ഫൈനലിന് ശേഷമുള്ള തല്ലുമാല, സെമി ഫൈനലിന് ശേഷമുള്ള ബാനർ പിടുത്തം, ഇതൊക്കെ വെച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? എന്തൊക്കെയാണ്? ഫിഫ പ്രസിഡൻറ്റിൻ്റെ ലെറ്റർ എന്തായാലും വലിയ രൂപത്തിൽ വിവാദവും ചർച്ചയൊക്കെയായി മാറിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.